ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു പ്ലേ സ്റ്റേഷനിലേക്ക് പോയാലോ. ചാലക്കുടിയിലാണ് കേട്ടോ. ഫണ്ടൂർ എന്നാണ് ഈ ഒരു സ്പോട്ടിൻ്റെ പേര് വരുന്നത്. നല്ല കിടിലൻ കാർ പാർക്കിംഗ് ഒക്കെ ഉള്ള കിടിലനൊരു സ്പോട്ടാണ്. കുട്ടികൾക്ക് പറ്റിയ കിടിലനൊരു സ്ഥലമാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ചാലക്കുടി അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു കിടിലൻ സ്ഥലമാണ്. കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് 3 വയസ്സിന് താഴെയുള്ളവർക്ക് 150, 3 വയസ്സിന് മുകളിലുള്ളവർക്ക് 250 ആണ് 2 hours വരുന്നത്. അപ്പോൾ സാധാരണ പ്ലേസ് മീൻസ് കളിക്കുന്ന സ്ഥലത്തിനെ പോലെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 കുട്ടികൾ നമുക്ക് കുട്ടികളെ നോക്കാൻ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് പാരൻസിന് അങ്ങനെ എന്താ പറയുക ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്രയും നമുക്ക് ഫ്രീ ആയിട്ട് അവരെ വിടാം. പക്ഷെ ഇവർ ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ മസ്റ്റായിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാനായിട്ട് കാലിൽ സോക്സ് വേണം കേട്ടോ. അപ്പോൾ പാരൻസിന് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സോക്സ് നമുക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ എന്താ പറയുക മിക്കൂസിനായിരുന്നു കേട്ടോ ഇങ്ങനെ പ്ലേ സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ പാർക്കിൽ പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം എൻ്റെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നെ, ഇങ്ങനെ ഒരു സ്ഥലം വന്നിട്ടുണ്ട് പുതിയതായിട്ട് തുറന്നതാണ്, ഇനി ജസ്റ്റ് ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മിക്കൂനും ഗബ്രുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക ഈ ഒഴുകണ സാധനത്തിനുള്ളിൽ കൂടെ പോകാൻ തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കാണാം. ഇങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് കുറച്ചും കൂടി വലിയ കുട്ടികൾക്കാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇവരെ ചെറുതായതുകൊണ്ട് ഇവർക്ക് ഈ ഒരു സംഭവമാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. കാരണം ഇതിലേക്ക് വരാൻ തന്നെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഈ ഒരു ബോൾ ഇടുന്ന സ്ഥലമില്ലേ അതും ഭയങ്കര ഇഷ്ടമായത്. ഇങ്ങനെ ബോളയിലിടുമ്പോൾ അതിൽ എയർ വന്നിട്ട് മുകളിലേക്ക് ബോളിങ്ങനെ പൊന്തിപ്പോവും. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. മിക്കൂസും ഗബ്രൂസും കൂടി നല്ല രീതിയിൽ എന്താ പറയുക കളിച്ച് കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗബ്രു കണ്ടില്ലേ ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലവർക്ക് ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ നോക്കാൻ തന്നെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ 2 പേര്. അപ്പോൾ അവർ ഇങ്ങനെ കുട്ടികളെ അവർക്ക് കയറാൻ പേടിയുള്ളവരൊക്കെ അവരെ കയറ്റി അവരൊന്ന് 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികൾ ചെയ്യില്ലേ. അപ്പോൾ ഗബ്രൂസിന് 1 പ്രാവശ്യം അവനെ ചെയ്യിപ്പിച്ചുള്ളൂ. പക്ഷെ പിന്നെ അവന് പോകാനുള്ള ഉത്സാഹം ഉണ്ടല്ലോ. അവൻ തന്നെ കയറി അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അവൻ തന്നെ ചെയ്തു. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. അവനങ്ങനെ പേടിയൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ മിക്കൂസ് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. മിക്കൂസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഗബ്രൂസിനെ വെച്ച് നോക്കുമ്പോൾ. ഞാനാണെങ്കിൽ ടെൻഷനായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ അവന് കാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കുതിര പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നതാണ് കേട്ടോ. കണ്ടില്ലേ ഇതിൽ ഗബ്രു തന്നെ പോയി കണ്ടോ, ഓടിപ്പോകണം കണ്ടോ. എനിക്ക് ശരിക്കും ഭയങ്കര എന്താ പറയുക ഞാൻ വണ്ടറടിച്ച് പോയി. ഇത് കുറച്ച് ഹൈറ്റിലുള്ള കാരണം കൊണ്ട് എനിക്ക് പേടിയായിരുന്നു. കാരണം അവിടെ ഇരുന്നിട്ട് പിന്നെ അവൻ ഒഴുകുമോ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ല. പക്ഷേ ചേട്ടൻ അറിയാനും കൂടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് സമയം എന്താ പറയുക ഇങ്ങനെയൊക്കെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഈ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ പിള്ളേർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാലക്കുടി വശത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. അപ്പോൾ മറക്കണ്ട ചാലക്കുടി മൂലൻസിൻ്റെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ബൈ.